കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അല്ലമ്മ, അമ്മ എന്താ ആലോചിക്കുന്നേ? നീയാണോ നേരത്തെ ഇവിടെ ലൈറ്റ് ഇട്ടത്? നേരത്തെ ലൈറ്റ് ഇട്ടു, പിന്നെ ഇപ്പോഴും ലൈറ്റ് ഇട്ടു. അത് നേരത്തെ ലൈറ്റ് ഇട്ടപ്പോ ഓഫ് ചെയ്യാൻ മറന്നപ്പോഴേ ഇപ്പോഴും ലൈറ്റ് ഇട്ടതാ. എന്തമ്മ? ഏയ് ഒന്നുമില്ല. എന്തമ്മ? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ ഇതുവരെ? കഴിഞ്ഞു അർജുനേട്ടാ, ഞാൻ റെഡി. വെരി ഗുഡ്. നല്ല സുന്ദരി കുട്ടിയായാലോ എന്റെ മോള്. ഇപ്പൊ കണ്ടാ പുറത്തേക്ക് കൊണ്ടുപോകണോ അല്ല മുറിയിൽ തന്നെ വല്ല കൊച്ചു വർത്താനവും പറഞ്ഞ് ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണോന്നാ എന്റെ ഒരു സംശയം. ദാമ്പത്യ പൂജയ്ക്ക് പോകുന്നേ, ആവശ്യമില്ലാത്ത ചിന്തയൊന്നും വേണ്ടാട്ടോ, വെറുതെ മനുഷ്യനെ മയക്കാനായിട്ട്. ഇനി ഇങ്ങനെയൊക്കെ തുടങ്ങിയാലേ ഞാൻ മോനോട് പറഞ്ഞു കൊടുക്കും. അയ്യോ വേണ്ടായേ, പ്ലീസ്. എന്റെ പൊന്നു മോനെ, അച്ഛൻ ഭയങ്കര ഡീസന്റ് ആണ് കേട്ടോ, നീ വെറുതെ തെറ്റിദ്ധരിക്കരുത്. അർജുനേട്ടാ, എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിന്? ഞാൻ ഡീസന്റ് ആയാലോ? തമാശ വിട്. നമ്മൾ ദാമ്പത്യ പൂജയ്ക്ക് പോകുന്ന കാര്യമെങ്ങാനും അമ്മ അറിഞ്ഞ? അതിന് അമ്മ എങ്ങനെ അറിയാനാ പ്രവി? എന്നാലും ഉള്ളിലൊരു പിടപ്പുണ്ട്. കാമോൺ പ്രവി, നീ ഇങ്ങനെ പേടിക്കാതിരിക്കേ. കൃത്യമായിട്ട് പറഞ്ഞ സത്യാമ്മയുടെ വീട്ടിലെ ദാമ്പത്യ പൂജയ്ക്ക് പോകുന്നതിനല്ലേ ഇവിടെ എന്റെ അമ്മയുടെ വിലക്കുള്ളൂ. ശാരദാമ്മയുടെ വീട്ടിൽ പോണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. അതല്ല, എന്നാലും ഒരെന്നാലും ഇല്ല. നീ ഇങ്ങോട്ട് വന്നേ. വാ, ഫോൺ എടുക്കട്ടെ. വാ, നടക്ക്. ആരെങ്കിലും ചോദിക്കണമെങ്കിൽ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞത്. അർജുനേട്ടാ, അമ്മ. അതിനെന്താ പ്രീതി? എന്റെ കൈയും കാലും വിറയ്ക്കുന്ന അർജുനേട്ടാ. നീ മര്യാദയ്ക്ക് വാ പ്രീതി, മനുഷ്യനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ. വാ. അമ്മ നോക്ക്. നിക്ക. എങ്ങോട്ടാ നീ ഇവളെയും കൂട്ടി? അത് പ്രീതിക്ക് അമ്പലത്തിലൊന്ന് പോണെന്ന് പറഞ്ഞമ്മേ. അമ്പലത്തിലോ? അതിനെന്താണാവോ ഇപ്പൊ വിശേഷം? അത് ദാമ്പത്യ പൂജയുടെ ദിവസമല്ലേ അമ്മയെന്ന്. സത്യാമ്മയുടെ വീട്ടിൽ പൂജയ്ക്ക് പോകാനോ അമ്മ അനുവദിച്ചില്ല. അമ്പലത്തിൽ പോയി മനസ്സോർന്നൊന്ന് പ്രാർത്ഥിക്കാനെങ്കിലും അവസരം തരണമെന്ന് ഇവള് പറഞ്ഞപ്പോ ഞാൻ കരുതി. വിടല്ലമ്മേ. ശരി, പോയിട്ട് പെട്ടെന്ന് വാ. വാ. ഞാൻ നിന്നോട് പറഞ്ഞില്ല അമ്മ സമ്മതിക്കും. എന്തിനമ്മ അവരെ വിട്ടത്? അവളെ DNA ടെസ്റ്റ് കഴിയുന്നത് വരെ എവിടെ വിടണ്ടെന്നല്ലേ നമ്മൾ തീരുമാനിച്ചത്? ഇന്ന് അവള് പൊയ്ക്കോട്ടടി. ദാമ്പത്യ പൂജയിൽ പങ്കെടുക്കാൻ കഴിയാത്തതില് അവളുടെ ഉള്ളു കിടന്ന് എരിയുന്നുണ്ടെന്നുള്ളത് തീർച്ചയാ. അതുകൊണ്ട് അമ്പലത്തിലെ ദേവിക്ക് മുന്നിലെത്തിയാൽ ആ എരിച്ചില് കണ്ണീരായി മാറും. അത് ഈ വീട്ടിൽ
അച്ഛാ. നിങ്ങൾ നേരത്തെ ഇറങ്ങിയോ? സത്യമ്മ പൂജ തുടങ്ങിയിട്ട് വരാന്നാ പറഞ്ഞേ. ആ, കൂടാതെ ദുശോധനം ഉണ്ടാവുമല്ലോ സുസ്മിത. ഈ കാർന്നോരെ ഞാൻ അതെ, അച്ഛനോട് പറഞ്ഞേക്കട്ടെ. ആ പറഞ്ഞേക്ക്, സന്തോഷമുള്ള കാര്യല്ലേ. എന്താ മോളെ? അത് പൂജ എനിക്ക് മാത്രമല്ല അച്ഛാ, ശാരികേച്ചിക്കും പ്രീതിക്കും ചെയ്യുന്നുണ്ട്. പ്രീതിക്കോ? പ്രീതിക്കോ? അതെ അച്ഛാ, മക്കൾക്ക് മാത്രമല്ല മക്കളുടെ സ്ഥാനത്തുള്ളവർക്കും ദാമ്പത്യ പൂജ ചെയ്യണമെന്നാണല്ലോ. അതുകൊണ്ട് അമ്മ അറേഞ്ച് ചെയ്തതാ. മനസ്സിലായി മോളെ. വസുമതി തടസ്സം നിൽക്കുമെന്ന് മനസ്സിലാക്കി മോളത് ആരും അറിയാതെ അറേഞ്ച് ചെയ്തു അല്ലേ? ഓരോ നിമിഷവും നീ എനിക്ക് മുന്നിൽ കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ മോളെ. ആ അല്ല, ഇറങ്ങാം, ലേറ്റ് ആവണു, പോവാം. അച്ഛാ പോയിട്ട് വരാം. പോട്ടു. അയ്യോ, എന്റെ മൊബൈൽ എടുക്കാൻ മറന്നുപോയി. ഞാനേ അതൊന്ന് എടുത്തിട്ട് വരാം. സാർ എന്താണ്? അതെ, ഇപ്പൊ വന്നു. അവൻ വലിയ സന്തോഷത്തിലാ. ഇവളോ? എന്താ എന്താ എന്റെ ഒരു ദേഷ്യം പോലെ? അതെന്തിനാ നീ അന്വേഷിക്കുന്നേ? നീ വിളിച്ച കാര്യം പറ. ശരിയാ, ഞാനത് അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ആന്റിയുടെ സ്വഭാവം അല്ല എനിക്ക്. സ്നേഹമുള്ളവരെ ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കും, ചിലപ്പോ അങ്ങോട്ട് പോയി കാണും. അങ്ങനെയൊക്കെയല്ലേ നമ്മള് ബന്ധങ്ങൾ നിലനിർത്തുന്നേ. നീ എന്താ സാരോപദേശ ക്ലാസ്സിന് ചേർന്നോ? അയ്യോ, ആന്റിക്ക് ബോറടിച്ചോ? ഞാൻ വിളിച്ചത് ആന്റി ഇന്ന് വരുന്നുണ്ടോന്ന് അറിയാനാ. എവിടെ വരുന്നുണ്ടോന്ന്? ശാരദാമ്മയുടെ വീട്ടിൽ. അവിടെ ഇന്ന് ദാമ്പത്യ പൂജയല്ലേ. അവിടെ എന്തോ നടക്കട്ടെ, ഞാൻ എന്തിനാ വരുന്നേ? സ്വന്തം മകന്റെയും മരുമകളുടെയും ദാമ്പത്യ പൂജയ്ക്ക് ആന്റി ഇല്ലാതിരുന്നാ അത് മോശമല്ലേ? എന്ത്? നീ എന്താ പറഞ്ഞേ? എന്താ ആന്റി? നീ എന്താ പറഞ്ഞെന്ന്? ആരുടെ ദാമ്പത്യ പൂജയെന്ന്? അർജുന്റെയും പ്രീതിയുടെയും. ആന്റിയോട് അവര് പറഞ്ഞില്ലായിരുന്നോ? അയ്യോ സോറി ആന്റി, ആന്റിയോട് അവര് പറഞ്ഞില്ലെങ്കി ആന്റി വരണ്ടാന്ന് കരുതിയാവും. എങ്കി ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ആന്റി ഒന്നും കേട്ടിട്ടുമില്ല. മാലപ്പടക്കത്തിന് തീ കൊളുത്തി കഴിഞ്ഞു. ആ മിട്ട് പൊട്ടുന്നത് ഇനി ശാരദാമ്മയുടെ വീട്ടിൽ. ചതിക്കായിരുന്നല്ലേ രണ്ടും കൂടി. പൂജ നടത്തുന്നുണ്ട് വസുമതി. പ്രസാദം വാങ്ങാൻ തയ്യാറായിക്കോ. ഞങ്ങളെന്നാ ഇറങ്ങട്ടോ അമ്മ. സത്യമ്മ ഇപ്പൊ വരുന്നില്ലേ? ഞാൻ എത്തിക്കോളാം, നിങ്ങൾ ഇറങ്ങിക്കോ. ശരി അമ്മ. അച്ഛാ പോയിട്ട് വരാം. പോട്ടോ മോനെ.
പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല മോളെ. അയ്യോ ആന്റി, അങ്ങനെ പറയല്ല ആന്റി. പോയേ പറ്റൂ. എന്തിനാ മോളെ അവളെ പീഠത്തിലിരുത്തി പൂജിക്കുന്നത് കാണാനോ? അങ്ങനെ പറയല്ല ആന്റി, നമുക്ക് പോവാം. ഭാമേ, ശാരദാമ്മ ഇവിടെ നിന്ന് ക്ഷണിച്ചതല്ലേ, നീ പോവാൻ സമ്മതിക്കുകയും ചെയ്തു. പിന്നെന്താ? നോക്കട്ടെ. ആ ആന്റി പ്ലീസ്, നമുക്ക് പോവാം. ആന്റി ഇനി പോവാതിരിക്കോ? അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർ സീൻ നഷ്ടാവും. ഒന്ന് വേഗമാട്ടെ ശാന്തിച്ചി. ആ ദേ കഴിഞ്ഞു മോളെ. രാജിച്ചി തീരാറായില്ലേ? കഴിഞ്ഞു മോളെ. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. അല്ല, അവരെ ഇതുവരെ കണ്ടില്ലല്ലോടി. സമയമായില്ലല്ലോ അമ്മേ. പൂജാരി പോലും എത്തിയിട്ടില്ല. എന്നാൽ ഒരു ചടങ്ങ് നടക്കുമ്പോ കുറച്ച് നേരത്തെ വന്നാലെന്താ? കുഞ്ഞിച്ചി, നിന്റെ വല്യേച്ചി ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേടി? എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ വല്യേച്ചി. ക്ഷമിച്ചേക്ക്. ശരി, ക്ഷമിച്ചിരിക്കുന്നു. ദേ ഇവിടെ ഒരാൾക്ക് നിങ്ങൾ വരുന്നുണ്ടോന്ന് നോക്കി നോക്കി കണ്ണ് കഴിക്കുമായിരുന്നു. വല്യേച്ചിയോടും കുഞ്ഞേച്ചിയോടും എല്ലാവർക്കും സ്നേഹം. നമ്മളെയൊന്നും ആർക്കും വേണ്ടല്ലോ. ഒന്ന് പോടി. അല്ല, നിങ്ങളിങ്ങനെ 2 കൂട്ടരും ഒരുമിച്ച് വന്നത്? ഞങ്ങള് രണ്ടുപേരും കൂടി വീട്ടിൽ ചെന്ന് രാജീവ് സാറിന് ശാരികനെ അങ്ങോട്ട് പൊക്കി. ദാമ്പത്യ പൂജയ്ക്ക് വരാൻ അവിടെ നിന്ന് ആരെങ്കിലും തടസ്സം പറയുമെന്നായിരുന്നു എന്റെ പേടി. അതാ ശാരദാമ്മ അതിശയം. എന്തിനും തടസ്സം പറയുന്നവരെ എന്റെ അമ്മയും അമ്മാവനും. പക്ഷെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. വാ 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 വാ, ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. ആ, നല്ല തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടല്ലോ ശാരദാമ്മേ. ഇതൊന്നും ഒന്നുമല്ല, ഒരുക്കങ്ങളൊക്കെ അകത്തല്ലേ. ആഹാ. അല്ല, അവരെത്തിയില്ലല്ലേ? ഫോണിൽ ഞാൻ മനഃപൂർവ്വം വിളിക്കാത്തതാ. ബസുമതി ആന്റിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ? അവരെന്തെങ്കിലും തടസ്സം പറഞ്ഞ അർജുനും പ്രീതിയും വിട്ടിട്ടുണ്ടാവില്ല. മോനെ, സത്യാമ്മ വരുമല്ലോ അല്ലേ?
ആ വരൂ. വരുമ്പോ പ്രീതി അർജുനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സന്തോഷം തോന്നിയെന്നെ സത്യാമ്മയ്ക്ക്. എന്റെ മക്കളെ പോലെ പൂജ നടക്കേണ്ടതല്ലേ അവർക്കും. ആരാ വരുന്നേ നോക്കി. ആഹാ, പ്രീതി, ശാലിനി, അർജുനേട്ടാ. ശാരദാമ്മേ വാ. വിഷ്ണു അല്ല, എങ്ങനെ രക്ഷപ്പെട്ടു തട പറയുന്നു? ചുമ്മാ ഒരു കള്ളം പറഞ്ഞു, അമ്പലത്തിൽ പോകണമെന്ന്. വക്കീലല്ലേ, കള്ളം പറഞ്ഞില്ലെങ്കിലല്ലേ ഉറക്കം വരാതുള്ളൂ. ദേ, പ്രൊഫഷനൊക്കെ പിടിക്കല്ലേ ലെക്ചർ സാറേ. ഓഹോ, നിങ്ങളൊക്കെ ജോലിക്ക് പോയില്ലേലും ശമ്പളം കിട്ടുന്നവരാ. ഞങ്ങളാണെങ്കിൽ കഷ്ടപ്പെട്ട് ഇര തേടി ഭക്ഷണത്തിനുള്ളത് കണ്ടുപിടിക്കണം. ആ അതുള്ളതാ. പക്ഷേ അതിലും ഭേദം വിഷ്ണുവിന്റെ ജോലിയാ. കാലുമേ കാലും കയറ്റി വെച്ച് ചുമ്മാ തങ്ങിരുന്നാ മതി. ആൾക്കാര് പണം പലിശയായിട്ട് കാണിക്കായിട്ട് കൊണ്ടുവന്നിട്ടോളും. രാജീവ് സാറേ, വെറുതെ എന്റെ ഭർത്താവിനെ കുറ്റം പറയണ്ട. പുള്ളിക്കാരനും അധ്വാനിച്ച് തന്നെയാ പണം ഉണ്ടാക്കുന്നത്. നമ്മളില്ലേ. കണ്ടോ പ്രീതി, ഹസ്ബൻഡിനെ പറഞ്ഞപ്പോ ചൊറിഞ്ഞു. ഈ സ്നേഹം കണ്ടാ മതി എപ്പോഴും. അതൊക്കെ ഇനി എപ്പോഴും ഉണ്ടാവും. ദാമ്പത്യ പൂജയല്ലേ നടക്കാൻ പോന്നേ. ഈ സാറിന് എന്താ? അമ്മയൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നു. ശാരദാമ്മേ, നമസ്കാരം. നമസ്കാരം തിരുമേനി. എന്താ തിരുമേനി വൈകിയത്? വൈകിയെന്ന് പറയാൻ പറ്റില്ല. നിശ്ചയിച്ച മുഹൂർത്തത്തിന് ഇനിയുമുണ്ടല്ലോ സമയം. അമ്പലത്തിൽ ചില അടിയന്തര പൂജകളുണ്ടായിരുന്നു. എന്നാൽ ഇനി ചടങ്ങുകൾ തുടങ്ങാം. ഓ രാജി, വരൂ. രാജി, തിരുമേനിക്ക് സ്ഥലം കാണിച്ചു കൊടുക്ക. ചെന്നാട്ടെ, വരണം. എന്നാ എല്ലാവർക്കും അകത്തോട്ടിരിക്കാം. വാ മക്കളെ. വാടോ. അമ്മയാ വിളിക്കുന്നേ. മോള് സംസാരിക്കേ. ആന്റി അകത്തോട്ട് എല്ലട്ടെ, മുഹൂർത്തമായി. ശരി ആന്റി. അമ്മ, ഞാനിവിടെ ശാരദാമ്മയുടെ വീട്ടിലാ. ഭാമാന്റിയോടൊപ്പം വന്നിരിക്കുക ഒരു ദാമ്പത്യ പൂജയിൽ പങ്കെടുക്കാൻ. എന്തിന്റെ ആവശ്യമാണെന്നോ? ആവശ്യമുണ്ടമ്മേ. അതെന്താന്ന് ഞാൻ പറയാം. കർമ്മങ്ങൾ ആരംഭിക്കാം. വിശേഷപ്പെട്ട ആരെങ്കിലും വരാനുണ്ടോ? ഉണ്ട് തിരുമേനി. ശ്രീദേവി നിത്യകല്യാണി മഹാലക്ഷ്മി നമോസ്തുതേ. സമുദ്രതയനേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. രാജലക്ഷ്മി